നമ്മൾ ലാഭം വരുമ്പോഴും നമ്മൾ ഫീസ് കൊടുക്കുന്നുണ്ട്, നഷ്ടം വരുമ്പോഴും ഫീസ് കൊടുക്കുന്നുണ്ട്. എല്ലാ സമയത്തും നമ്മൾ കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ നഷ്ടങ്ങൾ കൂടുന്നുണ്ട്, സക്സസ് റേറ്റ് കുറയുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ സിസ്റ്റത്തിലൊരു വിഷയമുണ്ട് എന്ന് മനസ്സിലാക്കിയത്. നമുക്കൊരു പീരീഡ് ഉണ്ട്, നമ്മുടെ എല്ലാ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ പീരീഡ് ഉണ്ട്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ച പോലെ ആയിരിക്കില്ല എൻ്റെ റിസ്ക്. ഞാനിപ്പോൾ 30 വയസ്സിലെത്തി നിൽക്കുമ്പോൾ ഉള്ള ഞാൻ എടുക്കേണ്ട റിസ്ക് 40 വയസ്സിൽ അതല്ല, 50 വയസ്സിൽ ചിലപ്പോൾ ഒട്ടും റിസ്ക് എടുക്കാത്തൊരു പീരീഡ് ആയിരിക്കും. ഇനി ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഇതുപോലത്തെ റിസ്ക്കുകളുണ്ട്. അതായത് നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ നഷ്ടം സംഭവിച്ചാൽ നമ്മൾ കമ്പനീൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നഷ്ടം സംഭവിച്ചാൽ നമ്മൾ ആ നഷ്ടം സഹിച്ചേ പറ്റുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ 2000-കളിൽ ഇൻ്റർനെറ്റ് വരുന്ന സമയത്ത് ഒരുപാട് പേര് അതിലൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് ഇൻ്റർനെറ്റ് കമ്പനീസിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഏറ്റവും മേജർലി ഉണ്ടായിരുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ .com കമ്പനീസ്. അങ്ങനെയാണ് .com ബബിൾ സംഭവിക്കുന്നത്. എന്നാൽ ഈ .com ബബിൾ സംഭവിക്കുമ്പോഴും ഒരുപാട് നല്ല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ, അതിൽ ഈ .com ബബിളിൽ നിന്നാണ് മൈക്രോസോഫ്റ്റ് പോലെ, eBay പോലത്തെ, ആപ്പിൾ പോലത്തെ കമ്പനീസ് പുറത്തേക്ക് വരുന്നത്. നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പലരെയും നമ്മൾ ഇതിനു മുമ്പത്തെ പല എപ്പിസോഡുകളായി പരിചയപ്പെട്ടു. എന്നാൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഒരല്പം വ്യത്യസ്തനാണ്. അദ്ദേഹം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ക്രിപ്റ്റോ കറൻസികളാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആസിഫ് കട്ടകത്ത്, നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഒരു സംശയം, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ഇന്നും പലർക്കും അറിയില്ല ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇത് പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് ബിറ്റ്കോയിൻ എന്നുള്ള പേര് മാത്രമാണ്. ശരിക്കും എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് പേരിൽ തന്നെ പറയുന്നത് ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു ടോക്കൺ അല്ലെങ്കിൽ കറൻസി എന്നുള്ളൊരു പോയിൻ്റാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കറൻസി നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് നെറ്റ്വർക്കിനെയാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ള പേരിൽ പറയപ്പെടുന്നത്. അതിൽ തന്നെ ഈ കറൻസിക്ക് തന്നെ ഒരുപാട് യൂട്ടിലിറ്റീസും കാര്യങ്ങളും കൊടുക്കാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ 2009 ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി വരുന്നതിലൂടെയാണ് ക്രിപ്റ്റോ കറൻസിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ളതിനൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ട്രാൻസാക്ഷൻ എനിക്ക് അനുവിനൊരു എമൗണ്ട് അയക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു ബാങ്കിങ് സിസ്റ്റമാണ്. ഇനിയിപ്പോൾ കാനഡയിലോ US-ലോ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയും അതല്ല, നമുക്ക് പേപ്പാൽ അല്ലെങ്കിൽ വെൻമോ പോലത്തെ ഉള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ പേപ്പാൽ, വെൻമോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സിംഗിൾ ലെഡ്ജർ സിസ്റ്റം. അവിടെ നിന്ന് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അനുവിന് ആ ഫണ്ട് റിസീവ് ആവുന്നു, അങ്ങനെ ഒരു സിസ്റ്റമാണ്. പക്ഷേ ഇതിലെല്ലാം ഒരു മിഡിൽ മാൻ വരുന്നുണ്ട്. ഇപ്പോൾ ബാങ്കിലാണെങ്കിൽ ആ ബാങ്കാണ് ഒരു മിഡിൽ മാനായിട്ട് വരുന്നത്. പേപ്പാലിലാണെങ്കിൽ പേപ്പാൽ എന്ന് പറയുന്ന ഒരു മിഡിൽ മാനായിട്ട് വരുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മിഡിൽ മാൻ ഇല്ലാതെ നമുക്കൊരു ട്രാൻസാക്ഷൻ വേറൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം മിഡിൽ മാൻ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡാറ്റ പ്രൈവസി ഇഷ്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ നമ്മുടെ പൈസയല്ല ബാങ്കിൽ കിടക്കുന്ന പൈസ എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം തുടങ്ങുന്ന ബിറ്റ്കോയിനിൽ നിന്നാണെന്ന് പറയുമ്പോൾ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിൽ ആളുകൾ അമേരിക്കൻ ബാങ്കിൽ പോയി അവരുടെ പണം അവർക്ക് തിരിച്ച് കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഒരു ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് കറൻസി നമുക്ക് വേണം എന്നുള്ളൊരു ഇതിൽ നിന്നാണ് ബിറ്റ്കോയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും മൂല്യം വിനിമയം ചെയ്യാനുള്ളൊരു പബ്ലിക് നെറ്റ്വർക്ക് ആണ് ബിറ്റ്കോയിൻ. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന സിസ്റ്റം. പിന്നീട് ബിറ്റ്കോയിനിൽ നിന്നൊക്കെ വളർന്ന് നമുക്ക് പണം വിനിമയം ചെയ്യാൻ മാത്രമല്ല ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം വരെ അതിൽ സെറ്റ് ചെയ്യാം. നമ്മളൊരു ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന പോലെ എനിക്ക് അനുവിന് പൈസ അയക്കാൻ മാത്രമല്ല, എനിക്ക് ഒരു 10 തവണകളായിട്ട് ഇൻഷുറൻസ് മോഡലിൽ പൈസ അയച്ചിട്ട് നാളെ അതൊരു എമൗണ്ടായിട്ട് എനിക്ക് തിരിച്ചു തരുന്നൊരു സിസ്റ്റം. അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ഫൈനാൻഷ്യൽ സിസ്റ്റമാണ്. അതുവരെ ബിൽഡ് ചെയ്യാനുള്ള ലെവലിലേക്ക് ക്രിപ്റ്റോ കറൻസി എന്ന നെറ്റ്വർക്ക് വളരുന്നു. അപ്പോൾ ഇതാണ് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ചുരുങ്ങിയ രൂപം. ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാൻ സാധിക്കും, പക്ഷേ ഒരു കസ്റ്റമർക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഒരു പ്രേക്ഷകന് മനസ്സിലാവുന്നതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമാണത്. ഇത് ഇടയ്ക്കൊരു മിഡിൽ മാൻ ഇല്ലാണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം, മറ്റ് ഡിജിറ്റൽ അസറ്റുകളെ അപേക്ഷിച്ച് ഇത് എത്രത്തോളം സുരക്ഷിതമാണിത്? സുരക്ഷിതം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ നിങ്ങൾക്ക് ഒരു 51% സ്റ്റേക്ക് ആ നെറ്റ്വർക്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ
ആ നെറ്റ്വർക്കിന് ഒരിക്കലും നിങ്ങൾക്ക് പോയി ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇൻഡിവിജ്വൽ എറേഴ്സിൽ കൂടെ ഹാക്കിംഗ് നടക്കുന്നത്, എൻ്റെ പാസ്വേഡ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ സീഡ് ഫ്രേസ് നഷ്ടപ്പെട്ടു, അത് വേറൊരാൾ എടുത്തിട്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കും. അതൊരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്കാണ്. അല്ലാതെ ഒരു നെറ്റ്വർക്കിനെ പോയി നമ്മൾ ബാങ്കിങ് നെറ്റ്വർക്ക്സ് ഹാക്ക് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് നെറ്റ്വർക്കുകൾ ഹാക്ക് ആവുന്ന ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം സെൻട്രലൈസ്ഡ് ആയിട്ടൊരു അതോറിറ്റി ഇല്ല, എന്നാലാണ് ആ സെൻട്രലൈസ്ഡ് അതോറിറ്റീനെ പോയി ഹാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് ഹാക്ക് ചെയ്യണമെങ്കിൽ 51% സ്റ്റേക്ക് വേണം. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു $750 ബില്യൺ വാല്യൂ ഉള്ളൊരു ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഒരു 51% സ്റ്റേക്ക് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ ആ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അത് തന്നെ ഒരു സെക്യൂരിറ്റിയുടെ ഒരു പ്രൂഫാണ്. സോ അതാണ് ബ്ലോക്ക് ചെയിനിൽ സംഭവിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരാം. ആസിഫ്, ഈ ക്രിപ്റ്റോ കറൻസി മേഖലയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ട്രേഡിങ്ങിലൂടെയാണ്. എങ്ങനെയാണ് ഇപ്പം പ്രത്യക്ഷത്തിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലായിട്ടായിരിക്കും ആൾക്കാർ ആദ്യം അഡോപ്റ്റ് ആവുന്നത്, പ്രത്യേകിച്ച് ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസിയിലേക്ക് പോയത്? ക്രിപ്റ്റോ കറൻസിയിലേക്ക് പോയത് നമുക്ക് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് കേൾക്കുന്നത്. അത് ബിറ്റ്കോയിനെ കുറിച്ചാണ് കേൾക്കുന്നത്. അന്ന് അതിൻ്റെ ഈ പറയുന്ന പോലെ അന്ന് $1,000 $2,000 ആ റേഞ്ചിലായിരുന്നു അത് ട്രേഡ് ചെയ്തിരുന്ന ഒരു പോയിന്റ്. അപ്പോൾ ഒരു $4 അല്ലെങ്കിൽ $1 തുടങ്ങിയൊരു സാധനം $2,000 ഒരു $1,000 എന്ന് പറയുമ്പോൾ അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ്സ് തന്നെയാണ് നമ്മളതിലേക്ക് അട്രാക്റ്റ് ആക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇങ്ങനൊരു അസറ്റ് ക്ലാസ് ഉണ്ട്, എന്നാൽ അന്ന് നമ്മൾ സ്റ്റോക്ക് ട്രേഡിങ്ങോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സോ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് മേടിച്ച് വലിയൊരു എമൗണ്ടായിട്ട് വിൽക്കാം എന്നുള്ളൊരു പോയിന്റിൽ തന്നെയാണ് ഞങ്ങൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് കടന്നു വരുന്നത്. എന്നിരുന്നാലും നമ്മൾ കാലങ്ങൾ കഴിയുമ്പോൾ 2014 ഈ സംഭവം, പിന്നീട് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടങ്ങൾ വരികയും കുറച്ച് ലാഭങ്ങളൊക്കെ ഉണ്ടാക്കി 2017 വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് വളരെ അടുത്ത് വന്നൊരു അസറ്റ് ക്ലാസ് ആണ്. ഇപ്പോൾ ഗോൾഡ് എടുക്കുമ്പോൾ ഗോൾഡിൻ്റെ ഒരു സെഞ്ചുറീസിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, സ്റ്റോക്സിന് എടുക്കുമ്പോൾ അതിനും ഉണ്ട് വർഷങ്ങളുടെ ഹിസ്റ്ററി. പക്ഷേ ഇത് വളരെ 2009 വന്നൊരു അസറ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് നമ്മൾ സംസാരിക്കുന്ന പല ആൾക്കാർക്കും അറിയില്ല, അറിയണമെന്ന ആൾക്കാർ ക്യൂരിയസ് ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിന് ഞങ്ങളുടേതായിട്ട് ഇതിലെന്തെങ്കിലും ഒരു പാർട്ട് പ്ലേ ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കിയപ്പോഴാണ് അന്നത്തെ ഒരു മേജർ കറൻസി ആയിരുന്നു എഥീരിയം എന്ന് പറയുന്ന കറൻസി. അപ്പോൾ ആ ഒരു കറൻസി നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് ഡിമാൻഡ്, ഇന്ത്യയിലെ ആൾക്കാർ അത് വേണം എന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ട്. ഇന്ത്യയിലത്തെ എക്സ്ചേഞ്ചസ് ആണെങ്കിൽ എഥീരിയം സെല്ല് ചെയ്യുന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടൊരു ഫേസ്ബുക്കിൽ കൂടെ ഒരു എക്സ്ചേഞ്ചർ സർവീസ് തുടങ്ങുകയും ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു, നമ്മളവർക്ക് ഈ എഥീരിയം മേടിച്ച് സെല്ല് ചെയ്യുന്നു. അങ്ങനെ നമ്മളൊരു ഇൻകം ഉണ്ടാക്കി, ഒരു ആർബിട്രാജ് ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടാക്കി. പിന്നീട് ഒരു എക്സ്ചേഞ്ച്, ഇന്ത്യയിലൊരു എക്സ്ചേഞ്ച് കോയിനെക്സ് എന്നാണ് പേര്, അത് വരുമ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും അവിടെ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും അന്ന് ഇവിടെ കോയിനെക്സിന് ലിക്വിഡിറ്റി പ്രൊവൈഡിങ് ആയിട്ട് അവർക്ക് വേണ്ട, അതായത് കറൻസീസ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് അവിടെ സെല്ല് ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അവിടെ തന്നെ അവർ നമ്മുടെ അടുത്ത് വന്ന് വർക്ക് ചെയ്യാൻ പറയുന്നു. അവിടുത്തെ റിസർച്ച് ആൻഡ്, ഞാൻ ഓപ്പറേഷൻസ് ഡീൽ ചെയ്യുന്നു, എൻ്റെ ഫ്രണ്ട് സക്കിൽ അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡീൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു ബാങ്കിങ് റെഗുലേഷൻ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ആ സ്കെയിലിൽ വർക്ക് ചെയ്തിരുന്ന കോയിനെക്സിന് പിന്നെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റാതെ അവർ ബിസിനസ് ചേഞ്ച് ചെയ്ത് പോകുന്നു. ഞങ്ങൾ തന്നെ അവിടുത്തെ കോയിനെക്സിൽ നിന്നുള്ള മറ്റു ട്രേഡേഴ്സിനെ അവർക്ക് അവരുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് വരുന്നു. ഞങ്ങൾ അവരുടെ പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്യുന്നു, ക്രിപ്റ്റോ അഡ്വൈസിങ്സ് കൊടുക്കുന്നു. അങ്ങനെ ഒരു 2-3 വർഷം അങ്ങനെ കടന്നുപോയി. 2020 വരുമ്പോൾ മാർക്കറ്റ് ഇപ്പോഴും ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാർക്കറ്റ് വളരെ മുകളിലേക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ കറക്ഷൻസ് വരുന്നുണ്ട്, ബെയർ മാർക്കറ്റ്സ് വരുന്നുണ്ട്, കറക്ഷൻസ് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റിൽ ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, അതായത് ഈ ട്രേഡിങ് തന്നെ ചെയ്തു പോകുമ്പോൾ നമുക്കും ഇതിൽ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ ലാഭം വരുമ്പോഴും നമ്മൾ ഫീസ് കൊടുക്കുന്നുണ്ട്, നഷ്ടം വരുമ്പോഴും ഫീസ് കൊടുക്കുന്നുണ്ട്. എല്ലാ സമയത്തും നമ്മൾ കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ നഷ്ടങ്ങൾ കൂടുന്നുണ്ട്, സക്സസ് റേറ്റ് കുറയുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ സിസ്റ്റത്തിലൊരു വിഷയമുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതിൽ മേജർ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്തപ്പോൾ മാർക്കറ്റ്, ഒരു ബെയർ മാർക്കറ്റ് വന്നിരുന്നു. ആ ബെയർ മാർക്കറ്റിൽ മറ്റു ട്രേഡേഴ്സ് ചെയ്തതിനേക്കാൾ ബെറ്ററായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. ബെറ്ററായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ മാർക്കറ്റ് 60% താഴെ പോയപ്പോൾ ഞങ്ങൾ 20%, 10% താഴെ പോയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ
ഞങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ തന്നവർ ഞങ്ങളെ കുറ്റം പറയുന്നത് വിചാരിച്ചിരുന്നത്. പക്ഷേ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പോയിന്റ്, മാർക്കറ്റ് 60% താഴെ പോയി, നിങ്ങൾ 10% നിർത്തി എന്ന് പറയുന്നത് തന്നെ വലിയൊരു നേട്ടമാണ്. അപ്പോഴാണ് ഇതിലൊരു മാർക്കറ്റ് താഴെ പോകുമ്പോഴും നമ്മൾ മാർക്കറ്റിനേക്കാൾ ബെറ്ററായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നുള്ളത് ഒരു കാര്യം മനസ്സിലായത്. അങ്ങനെ നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ബെറ്ററായിട്ട് മാർക്കറ്റിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയപ്പോഴാണ് അങ്ങനെ ചെയ്യുന്ന വളരെ കുറച്ച് കമ്പനീസ് ഉള്ളൂ, അത് കൺസിസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ഓപ്ഷൻസ് നോക്കാൻ തുടങ്ങി. അതിനിടയിൽ ഞാൻ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ വേണ്ടി കാനഡയിലേക്ക് പോയി. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടുത്തെ അഡ്വൈസേഴ്സ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക. മേജർലി അവരെ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഹൈ റിസ്ക് ആയിട്ടുള്ള അസറ്റ്സ് പറയുന്നുണ്ട്, പക്ഷേ അവർ ഹൈ റിസ്ക് ആയിട്ടുള്ള അസറ്റിൽ ട്രേഡ് ചെയ്യാൻ പറയുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക. മാത്രമല്ല, ഒരു കസ്റ്റമറിന് അവർക്ക് വേണ്ടാത്ത പ്രൊഡക്ട്സ്, അവർക്ക് സ്യൂട്ടബിൾ അല്ലാത്ത പ്രൊഡക്ട്സ് അവർ സെല് ചെയ്യുന്നില്ല. ഒരു കസ്റ്റമർക്ക് വേണ്ട പ്രൊഡക്ട്സ് മാത്രമേ അവർ സെല് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വന്നപ്പോൾ അവരുടെ ഗോൾസും അവരുടെ റിസ്ക് അപ്പറ്റൈറ്റും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നു. ലോങ് ടേമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നു. നമുക്കൊരു പീരീഡ് ഉണ്ട്, നമ്മുടെ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ച പോലെ ആയിരിക്കില്ല എൻ്റെ റിസ്ക് ഞാനിപ്പോൾ 30 വയസ്സിലെത്തി നിൽക്കുമ്പോൾ ഞാൻ എടുക്കേണ്ട റിസ്ക്. 40 വയസ്സിൽ അതല്ല, 50 വയസ്സിൽ ചിലപ്പോൾ ഒട്ടും റിസ്ക് എടുക്കാത്തൊരു പീരീഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് റിസ്ക് എടുക്കാം, പക്ഷേ ട്രേഡിംഗ് ഈസ് ആഡിങ് ടു ദ റിസ്ക് എന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മൾ വന്നെത്തുന്നതും ട്രേഡിംഗ് അല്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ആൾട്ടർനേറ്റ് അസറ്റ് ക്ലാസ് ആണ് ക്രിപ്റ്റോ കറൻസി. അതിനെ ആൾട്ടർനേറ്റ് അസറ്റ് ക്ലാസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എന്നിൽ മാറി ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഞങ്ങൾ വരുന്നത്. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കിലും ചെയ്യാം. അതിൽ നിന്ന് എന്താണ് ശരിക്കും ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ് വ്യത്യസ്തമാക്കുന്നത്? ഇപ്പോൾ നമുക്കൊരു കംപ്ലൈൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നമ്മളിത് എവിടെ പോയി പറയും, അല്ലെങ്കിൽ അതൊരു പരിഹാരം നമ്മളെങ്ങനെ കാണും? ഏത് അസറ്റ് ക്ലാസ്സും പുതിയതായിട്ട് വരുമ്പോൾ അതിന് ഒരുപാട് വോളറ്റൈലിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ അസറ്റ് ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2000-കളിൽ ഇൻ്റർനെറ്റ് വരുന്ന സമയത്ത് ഒരുപാട് പേര് അതിലൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് ഇൻ്റർനെറ്റ് കമ്പനീസിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഏറ്റവും മേജർലി ഉണ്ടായിരുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ .com കമ്പനീസ്. അങ്ങനെയാണ് .com ബബിൾ സംഭവിക്കുന്നത്. എന്നാൽ ഈ .com ബബിൾ സംഭവിക്കുമ്പോഴും ഒരുപാട് നല്ല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ, അതിൽ ഈ .com ബബിളിൽ നിന്നാണ് മൈക്രോസോഫ്റ്റ് പോലെ, eBay പോലത്തെ, ആപ്പിൾ പോലത്തെ കമ്പനീസ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഹൈ റിസ്ക് ആണ്, എന്നിരുന്നാൽ പോലും വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് എന്നതുകൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ. ഇത് ഇൻ്റർനെറ്റിൻ്റെ ഒരു തേർഡ് എവല്യൂഷനാണ് ഈ ക്രിപ്റ്റോ കറൻസിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പുതിയൊരു അസറ്റ് ക്ലാസ് ആണ്, എന്നിരുന്നാലും ഓപ്പർച്യൂണിറ്റി അത്രയും, നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നത്. ഇനി ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഇതുപോലത്തെ റിസ്ക്കുകളുണ്ട്. അതായത് നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ നഷ്ടം സംഭവിച്ചാൽ നമ്മൾ കമ്പനീൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നഷ്ടം സംഭവിച്ചാൽ നമ്മൾ ആ നഷ്ടം സഹിച്ചേ പറ്റുള്ളൂ. നഷ്ടം വരുമ്പോൾ നഷ്ടങ്ങൾ സഹിക്കണം. പക്ഷേ ഇതിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന കുറേ ട്രാൻസ്പെറൻസീസും അതുപോലെ നഷ്ടങ്ങൾ, അതായത് സിസ്റ്റമാറ്റിക് റിസ്ക് കൊണ്ടുവരുന്ന നഷ്ടങ്ങൾ, ഒരു കമ്പനി പൈസ കൊണ്ട് മുങ്ങുമ്പോൾ വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ, അതുപോലത്തെ നഷ്ടങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ട് ഒരു പരിധി വരെ ക്രിപ്റ്റോ കറൻസിയിൽ. എന്നിരുന്നാലും റെഗുലേഷൻസ്, ഇന്ത്യ പോലത്തെ രാജ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ റെഗുലേഷൻസ് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളും ഇതിൽ വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ പറയുന്ന പോലെ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണ്. ശരിക്കും ഇതിൻ്റെ ക്രിപ്റ്റോ കറൻസിയുടെ ഇന്ത്യയിലെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? ക്രിപ്റ്റോ കറൻസിയിലെ ഇന്ത്യയിലെ നിയമവശം എന്ന് പറയുന്നത്, ക്രിപ്റ്റോ കറൻസി നിങ്ങൾ മേടിക്കാനും വിൽക്കാനും വിനിമയം ചെയ്യാനും യാതൊരു പ്രശ്നങ്ങളും ഇന്ത്യയിലില്ല. എന്നിരുന്നാലും നിങ്ങളത് മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ മണി ലോണ്ടറിങ് പോലെയുള്ള അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫൈനാൻസിങ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. ടാക്സിലേക്ക് വരുമ്പോൾ ഇത് ടാക്സബിളാണ്. ഇതിൻ്റെ ഗെയിൻസിൽ 30% ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതുപോലെയുള്ള നിയമങ്ങളാണ് ഇന്ത്യൻ അടിസ്ഥാനത്തിലുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി റെഗുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നിയമത്തിന് വേണ്ടി, ഇപ്പോൾ നാളെ സെറോദ എന്ന് പറയുന്നൊരു കമ്പനി നാളെ
പൂട്ടുന്ന അവസ്ഥയിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അത് ത്രൂ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇന്ന് ഇവിടെ ഒരു ക്രിപ്റ്റോ കറൻസി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ആ പ്രൊവിഷൻസ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനും അതുപോലെ ഒരു റെഗുലേറ്റഡ് ആയിട്ട് ഇങ്ങനെയാണ് ഈ കമ്പനി നടത്തേണ്ടത് എന്ന് പറയുന്ന ഒരു റെഗുലേഷൻ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയിലത്തെ നിയമ അവസ്ഥ ഇന്നത്തെ നിലയിൽ. ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഗെയിൻ ടാക്സ് 30% ആണ്. നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ലോസ് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അതായത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ അതിലൊരു 30 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ അതിന് 30% ടാക്സ് കിട്ടണം. എന്നാൽ അതിന് ആ വർഷം തന്നെ ഒരു 30% ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അത് നമുക്കിവിടെ ലാഭത്തിൻ്റെ കൂടെ ഓഫ്സെറ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ഓഫ്സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് വരുന്ന എല്ലാവരും തന്നെ ആദ്യം വരുന്നത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ട്രേഡിങ്ങിലാണ്. കാരണം അവരുടെ ഇനഫ് ക്യാപിറ്റൽ ഉണ്ടാവണമെന്നില്ല, ചെറിയ ക്യാപിറ്റലായിട്ടായിരിക്കും വരിക. ഈ പ്രത്യേകിച്ച് ബിറ്റ്കോയിൻ്റെ ഒക്കെ പ്രൈസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് പ്രൈസിംഗ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ചെറിയ ക്യാപിറ്റലുള്ള ഒരാൾക്ക് മറ്റേ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അങ്ങനെ വരുമ്പോൾ ചെറിയ ക്യാപിറ്റലുള്ള ആൾക്കാർക്കും ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ്റെ വില 40 ലക്ഷത്തിലാണ് ഇന്ന് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിലും ഇത് യൂണിറ്റ്സ് ആയിട്ട് മേടിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് കിട്ടുന്നത് 0.001 വാട്ട് എവർ ദ എമൗണ്ട് യു ആർ പേയിങ്, അത്ര എമൗണ്ട് 4000 ആണ് പേ ചെയ്യുന്നതെങ്കിൽ ആ 0.00 എത്രയാണ് എമൗണ്ട് നിങ്ങൾ പേ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ബിറ്റ് കോയിൻ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അതിലും ഈ പെർസെൻറ്റേജ് ഇൻക്രീസസ് ക്രിപ്റ്റോയിൽ വരുന്ന 40% 30% ഇൻക്രീസസ് നിങ്ങൾക്ക് ആ ചെറിയ എമൗണ്ടിലും കിട്ടാൻ സാധിക്കും. 4000 ഇടുന്ന ആൾക്ക് 30% കിട്ടാൻ സാധിക്കും. മാത്രമല്ല ഈ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് ഹൈ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പർച്യൂണിറ്റിയും അത്രയും ഹൈ ആണ്. അതായത് ഈ പറയുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന 20% ഒക്കെ വരുന്ന ഒരു മൂവ്മെൻറ്റിനേക്കാൾ ഇവിടെ കൂടുതലായിട്ട് നമുക്കൊരു ഇയർലി ഗെയിൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ബിറ്റ് കോയിൻ്റെ മൂവ്മെൻറ്റ് തന്നെ പറയുന്നത് 150% ആണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന അസെറ്റ് ഓഫർ ചെയ്തിരിക്കുന്നത്. സോ അത് കമ്പയർഡ് ടു ഇപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്താൽ പോലും നിങ്ങൾ 150% ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ അത് ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രധാന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആകെപ്പാടെ കുറച്ച് കറൻസികളുടെ പേര് തന്നെ അറിയത്തുള്ളൂ. ഒട്ടനവധി കറൻസികൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ഈ കറൻസികളുടെ ഭാവി എന്താണ് ശരിക്കും? ഭാവി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൊജക്റ്റ് എങ്ങനെയാണ്, ഇതൊരു ബിസിനസ് തുടങ്ങുന്ന പോലെ തന്നെയാണ്. ഏതൊരു ബിസിനസ്സിൻ്റെയും ഭാവി എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ആ പ്രൊജക്റ്റിന് ലോങ് ടേമിലേക്ക് യൂസ് കേസ് ഉണ്ടോ, അതല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഉണ്ടോ, അതിൻ്റെ ഓപ്പറേഷൻസ് ആൾക്കാർക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ഇതിന് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റി വളരെ നല്ലൊരു കമ്മ്യൂണിറ്റി ആണോ, അത് സ്ട്രോങ് ആയിട്ട് ഈ ടീമിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ടോ ആ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഇതിന് നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് സൊളാന എന്ന് പറഞ്ഞ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ വന്ന കോയിനായിരുന്നു. ആ കോയിൻ ബെയർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലോസ് വന്ന ഒരു കോയിൻസിൽ ഒന്നായിരുന്നു. അത് 150 എന്ന റേഞ്ചിൽ നിന്ന് $8 വരെ എത്തുന്ന ലെവലിലേക്കൊക്കെ പോയിരുന്നു. അത്രയും ബെയർ മാർക്കറ്റിൽ ഡ്രോപ്പ് വന്നിട്ട് അതിൻ്റെ കമ്മ്യൂണിറ്റി അതിൻ്റെ ടീം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയും ടീം ആ പ്രൊജക്ട്സ് എങ്ങനെയാണോ അവർ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ കൊണ്ടുപോവുകയും ഈ ബുൾ മാർക്കറ്റിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബുൾ മാർക്കറ്റല്ല, ഇതൊരു റിക്കവറി ഫേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിക്കവറി ഫേസിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാഭം നേടുന്ന കറൻസി ആയിട്ട് സൊളാന മാറുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഒരു ഇതാണ്. VC ബാക്കിംഗ്, അതായത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇതിനു മുമ്പുള്ള പ്രൊജക്ട്സുകൾ, അവരുടെ പ്രൊജക്റ്റുകൾ എന്താണ്, ക്വാളിറ്റി ഉള്ള പ്രൊജക്ട്സ് ആണോ അവർ ബാക്ക് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നീട് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ എങ്ങനെയാണ്, അവരുടെ ഒരു റോഡ് മാപ്പ് കൃത്യമായിട്ട് അവർ നടപ്പാക്കുന്നുണ്ടോ, ഈ ടീം നടപ്പാക്കുന്നുണ്ടോ, ഇത്രയും വർഷത്തെ റോഡ് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ. കാരണം നമുക്ക് ഒരു പേപ്പറിൽ നമുക്ക് എന്തോ എഴുതിയിടാം, ഞങ്ങൾ നാളെ ഇന്നത് ചെയ്യും, എന്നെത്തിക്കും, ഇന്ന രാജ്യത്ത് ഞങ്ങളിത് വലിയൊരു സംഭവമാക്കി എടുക്കും എന്നൊക്കെ പറയണമെങ്കിൽ പറയാം. പക്ഷെ അത് ആ റോഡ് മാപ്പ് അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. ഇപ്പം ഒരു സംശയമുള്ളത്, നമ്മളിപ്പം സ്റ്റോക്ക് മാർക്കറ്റ് കാര്യം ഒരു ഉദാഹരണത്തിനെടുക്കാം. MRFൻ്റെ സ്റ്റോക്ക് ഏകദേശം ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ വരെ ട്രേഡ് ചെയ്യുന്നു. അതേസമയം തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്റ്റോക്ക് 100 രൂപ താഴെയാണെന്ന് വിചാരിക്കുക. പുതിയതായിട്ട് മാർക്കറ്റിലോട്ട് വരുന്ന ആൾ ഒരിക്കലും പോയിട്ട് MRFൻ്റെ സ്റ്റോക്കിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല, നേരെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഇതേ സംഭവം തന്നെ നമ്മൾ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോഴും അവിടെ ബിറ്റ്കോയിൻ്റെ പ്രൈസിങ് ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്നു. ഒട്ടനവധി കോയിനുകൾ വേറെ ഉണ്ട് താനും. എന്നാൽ വില കുറഞ്ഞ കോയിനുകൾ കൂടുതൽ ആൾക്കാർ നോക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഫ്യൂച്ചറുള്ള കോയിൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? ഫ്യൂച്ചറുള്ള കോയിൻസ് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഈ പ്രൊജക്റ്റിന് പിന്നിൽ നല്ലൊരു ബാക്കിംഗ് ഉണ്ടോ,
അതുപോലെ അവർ റോഡ് മാപ്പ് ചെക്ക് ചെയ്യുന്നുണ്ടെന്നോ ഉള്ളത് തന്നെയാണ് മേജർ ആയിട്ടുള്ള അതൊരു പക്ഷേ ഇതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് വരും. നറേറ്റീവും വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ AI ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ വർഷം ഇറങ്ങിയ ഒരുപാട് കോയിൻസ് AI നറേറ്റീവ് ബേസ് ചെയ്തിട്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇത് സ്റ്റേക്കിംഗ് അതുപോലെ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു കഴിഞ്ഞ ബുൾ മാർക്കറ്റിലൊരു നറേറ്റീവ്. 2017-18 നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ICO എന്ന് പറയുന്ന, അതായത് നിങ്ങൾക്ക് IPO പോലെ തന്നെ ഉള്ള ഇതാണ് ICO എന്ന് പറഞ്ഞാൽ. അതായത് ഇനീഷ്യൽ കോയിൻ ഓഫറിങ്. നിങ്ങളൊരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടി ഇന്ന കോയിൻ ഇറക്കുന്നു, ആ കോയിൻ്റെ വാല്യൂ കുതിച്ചിരുന്നു. അപ്പോൾ നറേറ്റീവും ഈ മാർക്കറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും ആസ് എൻ ഇൻവെസ്റ്റർ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പ്രൊജക്ട്സിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുക. മേജർലി ബിറ്റ് കോയിൻ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ക്രിപ്റ്റോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മേജർലി അത് ബിറ്റ് കോയിനിലേക്ക് ഫോക്കസ് ചെയ്യുക. എത്തീരിയം അതുപോലെ തന്നെ ഒരു മേജർ കറൻസിയാണ്. അതുപോലെ ടോപ്പ് 10-ലോ 12-ലോ അല്ലെങ്കിൽ ടോപ്പ് 25-ലോ ഉള്ള കറൻസീസ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മേജറായിട്ട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറ്. ഇപ്പോൾ ചെറിയ കോയിൻസ് ആണെങ്കിലും നറേറ്റീവ് ഇന്നതാണ്, ആ നറേറ്റീവ് ബേസ് ചെയ്ത് പോകാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ കസ്റ്റമറിൻ്റെ റിസ്ക് അറിഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ വേണമെങ്കിൽ നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കോയിൻസ് ആണ് ഇന്നത് എന്നൊക്കെ പറയാറുണ്ട്. അല്ലാതെ നമ്മളൊരാളുടെ അടുത്ത് അഡ്വൈസ് ചെയ്യാറില്ല ഇന്ന കോയിൻസ് നിങ്ങൾ പോയി മേടിക്കണം എന്ന് പറയാറില്ല. മേജർലി ഫോക്കസ് ഓൺ ദ ലാർജ് ക്യാപ് കോയിൻസ് ഏതാണ് അതിൽ ഫോക്കസ് ചെയ്യുക. അതിലും പ്രൊജക്റ്റ് ഉള്ളത് ഒരു കുറച്ച് കാലത്തേക്ക് നമുക്ക് ആ പ്രൊജക്റ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നത് അങ്ങനത്തെ കോയിൻസാണ് സജസ്റ്റ് ചെയ്യാറ്. പിന്നെ ഈ ക്രിപ്റ്റോ കറൻസിയിലോട്ട് വരുന്ന സമയത്ത് ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് വേറെ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ക്രിപ്റ്റോ കറൻസി മേഖലയിലുള്ളത്? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ SIP പോലെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആ മേഖലയിലുണ്ടോ? ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്, ഡെറിവേറ്റീവ്സ് ഉണ്ട്. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്ചേഞ്ചസ് ഒക്കെ അലോ ചെയ്യുന്നുണ്ട്. SIP ഓപ്ഷൻസ് കൊണ്ടുവരുന്ന എക്സ്ചേഞ്ചസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് എന്തൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നുണ്ടോ അതേ മോഡലിലുള്ള സിസ്റ്റംസ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചസിലും ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും ആസിഫിൻ്റെ ജേണി ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമായി ഈ ക്രിപ്റ്റോ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇതുവരെയുള്ള ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥാനത്ത്? ഒരു 2017 വരെ ഇതൊരു റോളർ കോസ്റ്റർ ജേണി ആയിരുന്നു പലപ്പോഴും. പിന്നെ നമ്മളൊരു സ്റ്റെബിലിറ്റി ഇതിനൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ ഇന്ന പ്രൊജക്ട്സ് ആണ് ഇതിൽ മേജർ വിന്നേഴ്സ് ഇൻ ദ കമ്മിങ് ടൈം, അല്ലെങ്കിൽ നറേറ്റീവ് ബേസ്ഡ് മാർക്കറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഓക്കെ ഇങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്, ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഒരു ഹൈ റിസ്ക് മേഖലയാണ്, സൂപ്പർ ഹൈ റിസ്ക് മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ഇട്ട എമൗണ്ട് 0 ആവാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ പറയുന്ന പോലെ ലാർജ് ക്യാപ്സിലേക്കും നല്ല പ്രോജക്ട്സിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക്, അതായത് ഓക്കെ നമ്മളൊരു സ്റ്റെബിലിറ്റി എന്നുള്ളതും മാത്രമല്ല, പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, നഷ്ടം നമ്മൾ നമ്മളൊരു വിന്നിങ് മെൻറ്റാലിറ്റിയോട് കൂടി മാത്രമല്ല പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ലോസസ് വരുന്നുണ്ട് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയും കൂടി മനസ്സിലാക്കി പോയി കഴിഞ്ഞപ്പോൾ ഓക്കെ ഇന്നതാണ് മാർക്കറ്റ്. മാത്രമല്ല പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ ഒരു കഴിഞ്ഞ ഡെക്കേഡിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്ത അസെറ്റ് എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ആണ്. കഴിഞ്ഞ 10 വർഷത്തെ ഞാൻ പറയുന്നത് എല്ലാ അസെറ്റ് ക്ലാസ്സസും കൂട്ടിയുള്ള ഇതിലാണ്. അപ്പോൾ അതുപോലത്തെ ഒരു അസെറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കാലം പോയേക്കുന്നത് ഒരു നല്ലൊരു ഫേസിൽ കൂടിയാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഒരു പോസിറ്റീവ് ഇതിൽ നിൽക്കുന്നത്. ഇപ്പോൾ അതല്ല, ഞാനിപ്പോൾ ഒരു ഡൗൺവേർഡ് ട്രെൻഡിൽ പോകുന്ന ഒരു കോയിനിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രയും പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഹാപ്പിയാണ്. മാത്രമല്ല ഇന്ന് ഞാൻ ഈ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് നറേറ്റീവ്സ് മാത്രമല്ല, ഇത്രയും കാലം നറേറ്റീവ് ബേസ്ഡ് മാർക്കറ്റാണ് വർക്ക് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് അഡോപ്ഷൻ ബേസ്ഡ് ആണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡോപ്ഷൻസ് കാണാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് വായിക്കുമ്പോൾ DC ബാങ്ക് എന്ന് പറയുന്ന ജർമ്മനിയിലെ ലാർജസ്റ്റ് ബാങ്ക്, ലോകത്തെ 3rd ലാർജസ്റ്റ് ബാങ്ക് എന്നാണ്, അവർ ക്രിപ്റ്റോ ട്രേഡിങ് അവരുടെ കമ്മ്യൂണിറ്റി ബാങ്ക്സിലേക്ക് അലൗ ചെയ്യാനുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡോപ്ഷൻസാണ് അടുത്ത ബുൾ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു അസറ്റ് ക്ലാസ്സിലാണ് ഞാൻ വന്ന് വിട്ടിരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. നിങ്ങൾ അസറ്റ്സ് ഓൺ ചെയ്തോളൂ, ക്രിപ്റ്റോ അസറ്റ്സ് ഓൺ ചെയ്തോളൂ, പക്ഷേ അതിൽ റീബാലൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ നറേറ്റീവ് അനുസരിച്ച് ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള മറ്റ് അസറ്റ്സ് വരും, നിങ്ങൾ അതിനെയും നിങ്ങളുടെ അസറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് കാണിക്കുക. 10% കൂടുതൽ നിങ്ങളുടെ നെറ്റ്വർത്ത് ഒരിക്കലും ക്രിപ്റ്റോയിലേക്ക് അലൊക്കേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. ETF വരുന്നതോടെ
നോർമൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ക്രിപ്റ്റോ ETFs മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ബിറ്റ്കോയിൻ്റെ മൈനിങ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് ഒരു ബിറ്റ്കോയിൻ ജനറേറ്റ് ചെയ്യാൻ എടുക്കുന്ന എനർജിയുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിറ്റ്കോയിൻ ഇന്ന് ജനറേറ്റ് ചെയ്യാനുള്ള വില എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40 lakhs അടുത്താണ്.